വത്തിക്കാൻ്റെ എംബ്ലത്തിലൊക്കെ അല്ലെങ്കിൽ റോമിൻ്റെ ചിഹ്നങ്ങളിലൊക്കെ എന്തുണ്ട്? താക്കോലുണ്ട്. താക്കോല് അതോറിറ്റിയെ സൂചിപ്പിക്കുന്നു, ഒപ്പം സ്റ്റിവാർഷിപ്പ്, കാര്യസ്ഥതയെ സൂചിപ്പിക്കുന്നു. താക്കോല് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു എന്ന് വിചാരിച്ചിട്ട് ഉടയവൻ നമ്മളാകുന്നില്ല. ഉടയവൻ കർത്താവാണ്, കാര്യസ്ഥതയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതോറിറ്റി ആൻഡ് സ്റ്റിവാർഷിപ്പാണ് ഈ താക്കോല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടാരത്തിൽ വന്നു. അപ്പോൾ അവിടെ അഗ്നി കണ്ടു, മേഘം കണ്ടു. പുറപ്പാട് പുസ്തകത്തിലെ ദൈവസാന്നിധ്യം വെളിപ്പെടുന്ന അങ്ങനെയാണ്. ഏശയ്യായിൽ ദൈവസാന്നിധ്യം ഈ ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഏശയ്യ അതേ ദൈവസാന്നിധ്യം ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അതെന്തായിട്ട് മാറുന്നു? പരിശുദ്ധി കാണുന്നു, പരിശുദ്ധി അനുഭവം കിട്ടുന്നു. മിഷൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ് ദേവാലയം. ഈശോ സുവിശേഷം എത്തുമ്പോൾ ഈശോ വചനം മാംസമായി നമുക്കിടയിൽ വസിച്ചവൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കിടയിൽ കൂടാരമടിച്ചവൻ, ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ളവൻ, ദേവാലയം. അപ്പോൾ ഈശോയാണ് സുവിശേഷത്തിലെ ദേവാലയം. ഇനി പെന്തക്കുസ്തായിൽ എന്ത് നടക്കും? പെന്തക്കുസ്തായിൽ വീണ്ടും ഒരു കൂട്ടായ്മയുടെ മേൽ അഗ്നി ഇറങ്ങും. അന്ന് പുറപ്പാടിൽ കൂടാരത്തിൻ്റെ മേൽ അഗ്നിമേഘം വന്നു നിന്നെങ്കിൽ പെന്തക്കുസ്തായിൽ എന്താ നടക്കുന്നത്? ഒരു കൂട്ടായ്മയുടെ മേൽ അഗ്നി ഇറങ്ങുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു. അതിൻ്റെ അർത്ഥം എന്താ? താഴെ ദേവാലയം പണി കഴിപ്പിക്കുകയാണ് കർത്താവ്. എന്താ ദേവാലയം? സഭ ദേവാലയമാകുകയാണ് പെന്തക്കുസ്തായിൽ. ഇനി കൊറിന്തോസുകാർക്കുള്ള ലേഖനത്തിൽ ഈ ദേവാലയത്തെ ചേർത്ത് പിടിക്കുന്ന ഘടകമായിട്ട് എന്തിനെ അവതരിപ്പിക്കുന്നു? സ്നേഹത്തെ അവതരിപ്പിക്കുന്നു. അതായത് 3 വാക്കുകൾ: പഴയ നിയമം, സുവിശേഷം, ലേഖനം. ഈ 3 ഇടങ്ങളിലൂടെ ദേവാലയം വളർന്ന ഒരു വളർച്ചയുണ്ട്. പഴയ നിയമത്തിൽ പ്ലേസ് ആണ് ദേവാലയം, സ്ഥലമാണ് ദേവാലയം. സുവിശേഷത്തിൽ വ്യക്തിയാണ് ദേവാലയം. വ്യക്തി ആര്? ഈശോ ദേവാലയമാകുന്നു. മൂന്നാമതെത്തുമ്പോൾ പീപ്പിളാണ്, കൂട്ടായ്മയാണ്, സഭയാണ് ദേവാലയം. ഓർത്ത് നോക്കിക്കേ, പഴയ നിയമത്തിൽ പ്ലേസ്, സുവിശേഷത്തിൽ പേഴ്സൺ, ആൻഡ് ഇൻ ദ ലെറ്റേഴ്സ് അത് പീപ്പിൾ, ദൈവജനം ദേവാലയമാകുന്നു. ആ ദേവാലയത്തെ ചേർത്ത് പിടിക്കുന്ന ഫാക്ടർ ലവ്, സ്നേഹമുണ്ടാകണം.